ഈ ഒരൊറ്റ സെറ്റിങ്സ് മതി നിങ്ങളുടെ വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ എടുക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. നിങ്ങൾ എന്തിനാണ് YT സ്റ്റുഡിയോ എടുക്കുന്നത്? YT സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിങ്ങളുടെ ഏണിങ്സിന്റെ ആ ഒരു പേജാണ്. അതായത് റവന്യൂ ആണ് എല്ലാവരും നോക്കുന്നത്. ഇന്ന് നമുക്ക് എത്ര പൈസ ക്രെഡിറ്റ് ആയി, അല്ലെങ്കിൽ ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഇപ്പം വാച്ച് അവർ മാത്രമാണ് നോക്കുന്നത്. എന്നാൽ ആരും നോക്കാത്ത ചില സംഭവങ്ങളുണ്ട്, സെറ്റിങ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ അനലിറ്റിക്സിൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ട്രെൻഡ് എടുക്കുക. ഈ ഒരു ട്രെൻഡിന്റെ അകത്താണ് നിങ്ങളുടെ വ്യൂവേഴ്സ് ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യമുള്ളത്. അപ്പൊ നിങ്ങൾ YT സ്റ്റുഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനലിറ്റിക്സിൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രെൻഡ് എന്ന് പറയുന്ന ഓപ്ഷന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ റീച്ച് ആക്കാനുള്ള ഒരു സംവിധാനമാണ് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് തരുന്നത്. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസ് ഉണ്ടാവും. നിങ്ങളുടെ വ്യൂവേഴ്സ് സെർച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് കാണാൻ സാധ്യതയുള്ള വീഡിയോസ് ആണ് യൂട്യൂബ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു വീഡിയോസിനനുസരിച്ച് നിങ്ങൾ അതുപോലുള്ള ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ സെയിം കണ്ടന്റ് വീഡിയോ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ടൈറ്റിൽ, അതായത് ഒരു വീഡിയോന്റെ ടൈറ്റിൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു വീഡിയോന്റെ തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇതിന്റെ അകത്ത് യൂട്യൂബ് കൊടുത്ത അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ആ സെയിം കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താവും, നല്ല രീതിക്ക് തന്നെ റീച്ച് കിട്ടുന്നതാണ്. അത് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ YT സ്റ്റുഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ടെക്നിക്കൊക്കെ വേണം നമ്മൾ നോക്കാൻ. അല്ലാതെ റവന്യൂയുടെ പേജും നമ്മുടെ വാച്ച് ടൈമിന്റെ പേജും മാത്രം എടുത്തതിനെ കൊണ്ട് നിങ്ങളുടെ ചാനൽ ഒരിക്കലും ഗ്രോത്ത് കിട്ടില്ല. ഇപ്പൊ മോണിറ്റൈസേഷൻ കിട്ടിയ ഒരുപാട് ആൾക്കാർ തന്നെയുണ്ട്, ഫണ്ടൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടിയ പാട് നമുക്ക് ഇതിന്റെ അകത്ത് മത്തി വാരുന്ന പോലെ വാരാന്നൊക്കെ വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അതൊന്നുമില്ല, പൊട്ടത്തെറ്റാണ് കേട്ടോ. നല്ല രീതിക്കുള്ള ഹാർഡ് വർക്ക് വേണം, നല്ല രീതിക്കുള്ള ഗ്രോത്തിങ് വേണം, നല്ല രീതിക്കുള്ള വ്യൂസ് വേണം, അതുപോലെ തന്നെ വ്യൂവേഴ്സിന്റെ എൻഗേജ്മെന്റും വേണം. എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ YT സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുക, നിങ്ങൾ കാണിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ള ഒരു പരിപാടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ അനലിറ്റിക്സിൽ നിങ്ങളുടെ ട്രെൻഡ് ഓപ്ഷൻ എടുക്കുക. ഇവിടെ കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റും. ഇതിൻ്റെ മേലെയായിട്ട് ടോപ്പ് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ലിസ്റ്റ് കാണും ഒരുപാട്. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ വീഡിയോസിൽ എന്താണോ വരുന്നത് ഇതാണ് നിങ്ങളുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ്. ഇത്തരത്തിലുള്ള കണ്ടൻറ്റും ഇതിൻ്റെ സെയിം ആയിട്ടുള്ള ടൈറ്റിലുമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ റീച്ച് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് കണ്ടന്റ്സ് കാണിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണിച്ചത് എൻ്റെ ചാനലിലുള്ള ആ ഒരു ഇതല്ല, മെയിൻ ചാനലിൻ്റെ ഒരു സംഭവം അല്ല ഞാൻ കാണിച്ചത്. സോ അതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും വരാത്തത്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ അവിടെ കാണിക്കും കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടു അവിടെ ജസ്റ്റ് കുറച്ച് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് യൂട്യൂബ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ വ്യൂവേഴ്സ് അത്തരത്തിലുള്ള വീഡിയോസാണ് സെർച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ നോക്കി കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് ആവാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ റീച്ച് ആവാനുള്ള കാര്യം യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനി അതിനായിട്ട് നിങ്ങൾ തപ്പിപ്പിടിച്ച് മറ്റുള്ള കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, YT സ്റ്റുഡിയോ നിങ്ങൾക്ക് ഈ ഏണിങ്സ് നോക്കാൻ മാത്രമല്ല നിങ്ങളുടെ അനലിറ്റിക്സിൽ അതുപോലെ തന്നെ ട്രെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ കൃത്യമായി എടുക്കുക. അതിൻ്റെ അകത്ത് ടോപ്പ് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ടോപ്പ് സെർച്ചിൽ എന്താണോ കൃത്യമായിട്ട് യൂട്യൂബ് കൊടുത്തിട്ടുണ്ടാവും ഒരുപാട് ലിസ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് കാറ്റഗറിപ്പെട്ട വീഡിയോസ് ആണ് നിങ്ങളുടെ വ്യൂവേഴ്സ് കാണുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അനലിറ്റിക്സിൽ നിങ്ങൾ ട്രെൻഡ് എടുക്കുക. നിങ്ങൾ ട്രെൻഡ് എടുത്തിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെ വീഡിയോസ് ആണ് യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സജസ്റ്റ് ചെയ്ത വീഡിയോസ് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ടെക്നിക്ക് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗ്രോത്ത് ചെയ്ത് വരാൻ പറ്റും യൂട്യൂബിൽ. ഇതിനെ നിങ്ങൾക്ക് വേറെ എവിടെയും പോട്ടെ, യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ YT സ്റ്റുഡിയോ ഇനി തൊട്ട് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സെറ്റിങ്സ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇതുപോലുള്ള അറിവ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നുള്ളൂ, ചെറിയ വീഡിയോ ഒക്കെ ഒതുക്കിയിട്ടാണ് പറയുന്നത്. കൂടുതൽ കാര്യം അതുപോലെ തന്നെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരുന്നുള്ള രീതിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫൈനലി ഒന്നും കൂടെ പറയാം, നിങ്ങളുടെ ട്രെൻഡ്, അതായത് നിങ്ങളുടെ ഈ ഒരു YT സ്റ്റുഡിയോയിൽ നിങ്ങൾ അനലിറ്റിക്സിൽ നിങ്ങൾ ട്രെൻഡ് എടുത്ത് നോക്കുക. ട്രെൻഡ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്നു നേരത്തെ എങ്ങനെ എടുക്കേണ്ടതെന്ന്, അതുപോലെ തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോയുടെ ലിസ്റ്റ് വരും. ഈ വീഡിയോയുടെ സെയിം ആയിട്ടുള്ള തംബ്നെയിൽ, അല്ലെങ്കിൽ തംബ്നെയിലല്ല സോറി, അതിൻ്റെ ടൈറ്റിൽ, നിങ്ങൾ ടൈറ്റിൽ അതുപോലെ തന്നെ അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് മനസ്സിലാവും കൃത്യമായിട്ട് നിങ്ങൾ ആ സെയിം വീഡിയോ ആണ് ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ റീച്ചിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഏതായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യും.